നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി 2 ആഴ്ച മുൻകൂർ ജാമ്യം കൊടുത്തു. കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിലെ ജാമ്യത്തിന് മൂവ് ചെയ്യുകയായിരുന്നു. ഏതായാലും സുപ്രീം കോടതി ഇരുഭാഗത്തെയും വാദഗതി കേട്ടു. വിശദമായ വാദഗതി കേട്ടെങ്കിലേ ഫൈനൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 2 ആഴ്ചത്തെ മുൻകൂർ ജാമ്യം കൊടുത്തിട്ട് സിദ്ദിഖിനെ പറഞ്ഞു വിട്ടു. കേരള ഹൈക്കോടതിയിലെ സിദ്ദിഖ് കൊടുത്ത ജാമ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ആ തള്ളിയ നിമിഷം മുതൽ സിദ്ദിഖ് ഒളിവിലായിരുന്നു. എവിടെയായിരുന്നു സിദ്ദിഖ് എന്ന് പോലീസ് തെരഞ്ഞു എന്ന് പറയുന്നു. ഏതായാലും കേരള പോലീസ് തെരഞ്ഞാൽ തീർച്ചയായിട്ടും ആളെ കണ്ടെത്തും. സിദ്ദിഖ് കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലീസ് കണ്ടെത്തിയേനെ. കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു ഞാൻ തുടക്കം മുതൽ പറയുന്നത്. എന്തായാലും ഇപ്പോഴത് ദുരൂഹമാണ്. എവിടെയായിരുന്നു സിദ്ദിഖ് എന്ന കാര്യത്തിൽ പോലീസിന് യാതൊരു അറിവുമില്ല എന്ന് പറയുന്നു. പോലീസ് നിരന്തരം സിദ്ദിഖിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. സുപ്രീം കോടതി വിശദമായ വാദഗതി കേൾക്കാം. 2 ആഴ്ച കഴിയട്ടെ. കാരണം തിരക്ക് കാരണം സുപ്രീം കോടതി 2 ആഴ്ചയ്ക്ക് അപ്പുറം അത് പരിശോധിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോഴേ 22-ാം തീയതി ഒക്ടോബർ 22-ന് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിന് അതുവരെ സുപ്രീം കോടതിയുടെ ജാമ്യത്തിൽ തന്നെ നിൽക്കുകയാണ് സിദ്ദിഖ്. സിദ്ദിഖിനെ ചോദ്യം ചെയ്യണമോ വേണോ വേണ്ടയോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം പോലീസിന് മുമ്പിലുണ്ട്. സിദ്ദിഖിനെ ഈ 2 ആഴ്ചക്കുള്ളിൽ അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ സിദ്ദിഖ് ഒരു ഇമെയിൽ പോലീസിന് അയച്ചിരിക്കുന്നു. തൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണവുമായി സഹകരിക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞ അടിസ്ഥാനത്തിൽ താൻ സഹകരിച്ചില്ല എന്നൊരു വാദഗതി അത് പൊളിക്കാൻ വേണ്ടിയിട്ട് സിദ്ദിഖ് ഇപ്പം ഒരു ഇമെയിൽ അയച്ചിരിക്കുന്നു. താനെ ചോദ്യം ചെയ്യാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പോലീസിന് ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ അല്പം ബുദ്ധിമുട്ട്. കാരണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വിട്ടയക്കേണ്ടി വരും. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ സുപ്രീം കോടതി അടുത്ത വാദഗതി സിദ്ദിഖിൻ്റെ വക്കീൽ ഉന്നയിക്കും. പ്രാരംഭമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ആ നടിയുമായിട്ടുള്ള 376 എന്നുള്ള ഒഫൻസ് 354 ഇതിനെപ്പറ്റിയൊക്കെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. വന്ന ആളെ കണ്ടിട്ട് വിടാൻ ഒക്കില്ലല്ലോ. അതുകൊണ്ട് ചോദ്യം ചെയ്തു എന്ന് തന്നെ സുപ്രീം കോടതി പറയേണ്ടി വരും. അതുകൊണ്ട് പോലീസിന് ഒരു തീരുമാനം എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഈ കേസിനകത്ത്. കാരണം ഒരിക്കലും ജാമ്യം ലഭിക്കില്ല എന്ന് കരുതിയ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സുപ്രീം കോടതിയിൽ സിദ്ദിഖ് ജാമ്യത്തിന് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൗണ്ടറായിട്ട് അതിശക്തമായി അതിനകത്ത് കേരള പോലീസും അതിജീവിതയും സുപ്രീം കോടതിയിലെ എതിർവാദം ഉന്നയിച്ചു. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് ഒരു വാദം ഉന്നയിക്കേണ്ട ആവശ്യം എന്നുവരെ സുപ്രീം കോടതി അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നു. കാരണം ഒരു പഴയ സംഭവം 2016 ഒരു ക്രിമിനൽ ഒഫൻസ്, ഒരു കോഗ്നിസൻസ് എടുക്കാൻ പോലീസ് തയ്യാറാണ്. പക്ഷെ തയ്യാറായിട്ടുണ്ട്. പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലോട്ട് നടപടി ഇത്ര ഓൾഡായ ഒരു കേസ്, 8 വർഷം പഴക്കമുള്ള കേസ്, പ്രത്യേകിച്ച് ഒരു 376 വരുന്ന കേസ്, അല്ലെങ്കിൽ ഒരു ലൈംഗിക പീഡനം നടത്തിയ കേസ്, എന്തുകൊണ്ട് ആ പെൺകുട്ടി അന്ന് പരാതിപ്പെട്ടില്ല? എന്തുകൊണ്ടാണ് 8 വർഷത്തെ കാലതാമസം ഉണ്ടായത്? അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഇഷ്യൂസ് സുപ്രീം കോടതി മുമ്പിലുണ്ട്. അതുകൊണ്ട് കാലതാമസം വന്നാൽ എന്ത് തീരുമാനിക്കണം, എങ്ങനെ നടപടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി അതിലൊരു മാർഗനിർദ്ദേശം ഇന്ത്യയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വിശദമായ വാദം കേൾക്കേണ്ടി വരും. എത്ര പഴയ കേസായാലും ശരി, അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ നടപടി എടുത്തേ ഒക്കുള്ളൂ. കാലതാമസത്തിനുള്ള കാര്യം അവർ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടെ 8 വർഷം കഴിഞ്ഞപ്പം കേസ് കൊടുക്കാൻ കാര്യം തനിക്ക് ഭയമാണ്. ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ തനിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവും. കാരണം അതിശക്തമായ ആളാണ് എതിർപക്ഷത്ത്. മലയാള സിനിമയിലെ ഏറ്റവും ഉന്നതനായ ഒരു നടനാണ്. രണ്ടാമത് മലയാള സിനിമ
നടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ അതിശക്തനാണ്. അന്നും ഇന്നും മലയാളത്തിലെ സിനിമാ നടന്മാരിൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള ഒരു നടനാണ്. പക്ഷേ താൻ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിന് തയ്യാറായി വന്നു എന്ന് അതിജീവിത പറയുന്നത്, എമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പം പലർക്കും ധൈര്യം വന്നു. കാരണം ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പലർക്കും അവർക്ക് ചാൻസ് ഇല്ലാതെ പോകും. നടന്മാർക്കെതിരായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ശരിയായ സത്യമായ കാര്യമാണെങ്കിലും പറഞ്ഞാൽ ഫീൽഡിലുണ്ടാവില്ല, എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടം ഉണ്ടാവും. ഹേമ കമ്മീഷൻ്റെ മറവ് പറ്റി ഒരാരോപണം പറയുകയാണ്. അത് പറയാതെ ഇരിക്കാനുള്ള കാരണം 8 വർഷം ആ സെക്യൂരിറ്റി ഇല്ല, സുരക്ഷിതത്വമില്ല. ഇപ്പോഴ് ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മീഷനാണ്. അവിടെ ധാരാളം പേര് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് തങ്ങൾക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ ലഭിക്കും, നീതി ലഭിക്കും. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചാണെങ്കിലും ഇപ്പോൾ അത് പറയാൻ തയ്യാറായതെന്ന്. ഏതായാലും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്ത് സിദ്ദിഖിനെ വിട്ടാൽ പ്രാരംഭമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, ആവശ്യമുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. പക്ഷേ ഈ ഒരു കേസിൽ പോലീസിന് ഒരു തീരുമാനം എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് നിയമപരമായി. അതിൻ്റെ കാരണം ഈ വാദഗതികളൊക്കെ തന്നെ. പക്ഷേ പോലീസ് ഈ ഒരു കേസിൻ്റെ തെളിവുകളനുസരിച്ച്, സർക്കംസ്റ്റാൻഷ്യൽസിനനുസരിച്ച് ഇതിൻ്റെ ഈ കേസിൻ്റെ സംഭവം നടന്ന മസ്കറ്റ് ഹോട്ടലിലെ 101-ാം മുറിയിൽ വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ 27 ആക്ട് പ്രകാരം എന്തെങ്കിലും പ്രതിയുടെ സാന്നിധ്യത്തിൽ കസ്റ്റഡി എടുക്കാനുണ്ടെങ്കിൽ പ്രതിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ കാര്യം സുപ്രീം കോടതിയെ ബോധിപ്പിക്കണം. അത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ സീൽഡ് കവർ പ്രൊസീജിയറിൽ സുപ്രീം കോടതിയെ അറിയിക്കാം. അപ്പോൾ അതുകൂടെ അറിഞ്ഞിട്ട് വേണം ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഈ കാര്യത്തിൽ ഇപ്പോൾ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാതെ വിടുന്നത് എന്ന് പറയുന്നത് ന്യായമാണ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി അടുത്ത പരിഗണനയ്ക്ക് ശേഷം ജാമ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്ന ശേഷം പോലീസ് ഒരു തീരുമാനം എടുക്കാം എന്നായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷേ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണം പോലീസിന് സിദ്ദിഖിൻ്റെ കസ്റ്റഡി 2-3 ദിവസം ആവശ്യമുണ്ടെന്ന്. ആ കസ്റ്റഡി ആവശ്യങ്ങൾ ചോദ്യം ചെയ്യാൻ മാത്രമല്ല, അതിനകത്ത് തെളിവ് നിയമം അനുസരിച്ചുള്ള ചില സാധനങ്ങൾ കണ്ടെടുക്കാനുണ്ട് എന്ന് സുപ്രീം കോടതി ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പോലീസ് കസ്റ്റഡി സിദ്ദിഖ് പോകും. കസ്റ്റഡി പോകുമ്പം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ നിർത്തേണ്ടിയും വരും, അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ നിർത്തേണ്ടിയും വരും. അപ്പോൾ പോലീസിന് സാങ്കേതികമായ പല പ്രശ്നങ്ങളുണ്ട്, നിയമപരമായ പല പ്രശ്നങ്ങളുണ്ട്, തെളിവ് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രതിയോട് വെളിപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ സീൽഡ് കവറിലാക്കി സുപ്രീം കോടതി കൊടുക്കുന്നത് നല്ലതാണ്. എന്തായാലും പോലീസ് ആ വെട്ടിലേക്ക് വീണില്ല ഇതുവരെ. താനെ നിങ്ങളുടെ മുമ്പിൽ ഹാജരാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇമെയിൽ അയച്ചത് തീർച്ചയായിട്ടും അത് സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കും. കാരണം താൻ അവരെ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ വരാൻ റെഡിയാണ്, തന്നെ ചോദ്യം ചെയ്യാൻ താൻ അവിടെ ഹാജരാകാൻ റെഡിയാണ് എന്ന് അറിയിച്ചിട്ടും പോലീസാണ് അതിന് ഒരു ഉത്തരം പറയാത്തത്. അതുകൊണ്ട് പ്രതിയായ സിദ്ദിഖിനെ കുറ്റം പറയാനൊക്കില്ല, അന്വേഷണത്തിന് സഹകരിച്ചില്ല എന്ന് പറയാനൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, അന്വേഷണത്തിന് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. ഏതായാലും പോലീസിൻ്റെ നീക്കം ഒരാഴ്ച കഴിഞ്ഞ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും 22-ാം തീയതിക്ക് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഉചിതം എന്നാണ് ഞാനിപ്പോഴും കരുതുന്നത്. കാരണം ബാക്കിയുള്ള അന്വേഷണത്തിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയമുണ്ട്. രണ്ടാമത് സുപ്രീം കോടതിയിൽ പ്രതിയെ കസ്റ്റഡി കിട്ടണമെന്നാണ് പോലീസ് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിന് എൻ്റെ തീരുമാനം എങ്കിൽ ആദ്യത്തെ 22-ാം തീയതി വരെ ചോദ്യം ചെയ്യാതെ വിടുന്നതാണ് ഉചിതം.